അപ്പു ജോസ് 2 പതിറ്റാണ്ടായി മിമിക്രി ലോകത്ത് കർമ്മയാത്ര തുടരുന്ന ജനപ്രിയ കലാകാരൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദവും രൂപവുമായി ചാനലുകളിലും വേദികളിലും ചിരി സഞ്ചാരം തുടരുന്ന അപ്പു ജോസ് എറണാകുളം അയ്യമ്പള്ളി സ്വദേശിയാണ്. ആരാടാ ബൈക്കും ക്യാമറയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്? ആ മാധ്യമങ്ങളൊക്കെ കടക്ക് പുറത്ത്. കോമിക് റെക്കോർഡ്സ് എന്ന പരിപാടിയിലൂടെ ആദ്യമായി ചാനൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഈ അതുല്യ താരം നിരവധി കോമഡി പ്രോഗ്രാമുകളിലൂടെ പ്രേക്ഷക ലോകത്തിന്റെ കയ്യടി നേടി. ബ്ലെസ്സിംഗ് ഉള്ള ഒരു കലാകാരനാണ്. ഉഗ്രനായിട്ടുണ്ട്. ഉഗ്രൻ. ഐ ലവ് യു. 20ഓളം ചലച്ചിത്ര പുരസ്കാര വേദികളിലും ഹാസ്യ സാന്നിധ്യമായി മാറിയ ഇദ്ദേഹം തന്റെ അഭിനയ മികവുമായി പിന്നീട് കടന്നു ചെന്നത് വെള്ളിത്തിരയുടെ ലോകത്ത്. നടപടിയെടുക്കുന്നതിന് മുമ്പ് സഖാവിന് എന്താ പറയാനുള്ളത്? ആർക്കാ അടിച്ചത്? ആർക്കാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ആർക്കല്ലെന്നാണ് കേട്ടത്. എന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആ അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ, നിന്റെ കൂട്ടുകാരന്റെ കടയിൽ നിന്നെടുത്ത് കാരണി ലോട്ടറിക്കാണ് ഫസ്റ്റ് പ്രൈസ്. അതെ സാറോ നിന്നെ അമ്മാമ്മക്ക് വാദത്തിന്റെ അസുഖമുള്ളതാണ്. അപ്പൊ ഇനി മുതൽ നീ വേണം അമ്മാമ്മയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കാൻ. അറിയാതെ അമ്മക്ക് ഷുഗർ കുറച്ച് കൂടരണ്ട. ഒന്ന് പ്രത്യേകം ചെയ്യണം. ഈശോ, എന്റെ അമ്മയ്ക്ക് ഷുഗറാ? അളിയന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകുന്ന എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്റെ അമ്മായിമ്മയ്ക്ക് നല്ല ഷുഗറാ. നിങ്ങൾ എല്ലാവരും മക്കളൊരു കാര്യം ചെയ്യും. മര്യാദയ്ക്ക് KCB ഓഫീസിൽ പോയി പോസ്റ്റിന്റെ കാശടച്ച് ചെലാന്റെ കോപ്പി കൊടുക്കണം കൊടുത്ത്. എടാ, ഞാൻ മര്യാദയ്ക്ക് കോമറടിച്ച് വിട്ടാലേ അവന്മാര് പിന്നെയും പോയിട്ട് ആ കറങ്കോട്ടയിൽ ചെക്കനെ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ അല്ലെങ്കിൽ ബാക്കിയുണ്ടോ? ആ കറങ്കോട്ടക്കാരുടെ കയ്യിലേക്കാൻ കിട്ടിയ അവര് ഇഞ്ചായിരിക്കും പോലെ ചതയ്ക്കും. വണ്ടി എന്റെ അറിവില് ഈ ആന്റണി ആദ്യം കൊന്ന രസൈനിയെ കത്തിച്ചു കളഞ്ഞു. പിന്നെ ഒരു കോൺട്രാക്ട് നാരായണൻ. ഈ 2 കേസിലും സാക്ഷികളും ഇല്ല, തെളിവില്ല. വെറുതെ പുല്ല് പോലെ ഇറങ്ങി പോകുന്നില്ലേ? മുഖ്യമന്ത്രി അല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ വേഷപ്പകർച്ച നടത്തുന്ന അപ്പു ജോസിനെ ആദരിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. Let's welcome